അലീന പൗലോസിനോട് സ്റ്റാൻലി പപ്പയും ബാലചന്ദ്രൻ അച്ഛനുമാണെന്ന് പറയുന്നു. അത് കേട്ട് അയാൾക്ക് കൺഫ്യൂഷനാകുന്നു. അയാൾ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നു, പപ്പയോട് ചോദിക്കൂ, എല്ലാം പറഞ്ഞു തരുമെന്ന്. അപ്പോൾ പൗലോസ് പറയുന്നു, അയ്യോ എനിക്കൊന്നും അറിയണ്ടായിരുന്നു. അലീന അവിടെ നിന്നും സ്റ്റാൻലിയുടെ മുറിയിലേക്ക് പോകുന്നു. അവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻലിയെ കണ്ട് അലീന തിരിച്ചു പോകുന്നു. അയാൾ ഉടനെ ആൻ്റപ്പനെ വിളിക്കുന്നു. അവളുടെ മുൻപിൽ വെച്ച് മദ്യപിക്കാതിരിക്കാനും പുകവലിക്കാതിരിക്കാനും എന്താ മാർഗം എന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നു, സ്ത്രീകൾക്ക് പൊതുവെ കുടിയന്മാരെയും പുകവലിക്കുന്നവരെയും ഇഷ്ടമല്ല എന്ന്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നു, ഞാൻ കുടിയനാണോ എന്ന് ചോദിക്കുന്നു. അല്ല സാർ, പൊതുവെ മദ്യപിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അവളെ കാണാതെ ഇതൊക്കെ ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നു, ഒരു സമയം വയ്ക്കൂ അലീനയ്ക്ക് സാബിൻ്റെ മുറിയിലേക്ക് വരാനായിട്ട്. അവൾ പോയി കഴിഞ്ഞിട്ട് സാബ് മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യൂ. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്ന് സ്റ്റാൻലി പറയുന്നു. സ്റ്റാൻലി അലീനയുടെ മുറിയിൽ ചെന്ന് ചോദിക്കുന്നു, നീ എന്തുകൊണ്ട് എൻ്റെ മുറിയിൽ വന്നിട്ട് തിരിച്ചു പോയി? അപ്പോൾ അലീന പറയുന്നു, മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും കണ്ടതുകൊണ്ടാണ് തിരിച്ചു പോയതെന്ന്. അവളോട് സ്റ്റാൻലി പറയുന്നു, ഈ മുറി നിനക്ക് സൗകര്യമാണോ, മെത്ത ഇത് മതിയോ, എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നു, ഒരു വീട്ടിൽ എത്ര സൗകര്യങ്ങളും എന്തുണ്ടായാലും സ്നേഹം കിട്ടിയില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നു. അലീനയോട് വിശ്രമിക്കാൻ പറഞ്ഞിട്ട് സ്റ്റാൻലി മുറി വിട്ടു പോകുന്നു. വൈജയന്തി മക്കളോട് ബാലചന്ദ്രനെ കുറിച്ച് അന്വേഷിക്കുന്നു. സമയം വൈകിട്ടും ബാലചന്ദ്രൻ എന്തുകൊണ്ട് വീട്ടിൽ വന്നിട്ടില്ല എന്ന് ചോദിച്ച് ബബിതയെ കൊണ്ട് ഫോൺ വിളിപ്പിക്കുന്നു. ബാലചന്ദ്രൻ വൈജയന്തി അവിടെയുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാനിന്ന് വരുന്നില്ല, വന്നിട്ട് എല്ലാം വിശദമായി പറയാം എന്ന് പറയുന്നു. അത് കേട്ട് വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവളെയും കൊണ്ട് മുറിയിൽ താമസിക്കുന്നുണ്ടാകും എന്നെല്ലാം പറയുന്നു. മക്കൾക്ക് അത് അസഹ്യമായി തോന്നുന്നു. ബബിത കൃഷ്ണയോട് പറയുന്നു, എല്ലാം സഹിക്കുക തന്നെ. സ്റ്റാൻലി ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നു. അലീന എവിടെയെന്ന് ചോദിക്കുമ്പോൾ അലീനയെ ഇവർ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സ്റ്റാൻലി ആൻ്റപ്പനോട് ദേഷ്യപ്പെടുന്നു. അലീനയെ എന്തുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ല, അവളെന്താ പുറത്തുപോയി കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആൻ്റപ്പൻ പറയുന്നു, സാബിൻ്റെ കൂടെ ഇരുത്തണോ എന്നറിയാതെയാണ്. സ്റ്റാൻലി പറയുന്നു, എൻ്റെ മകൾ പിന്നെ എൻ്റെ കൂടെ അല്ലാണ്ട് തൻ്റെ കൂടെയാണ് ഇരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആൻ്റപ്പൻ അലീനയെ വിളിച്ചു കൊണ്ടുവരുന്നു. ടേബിൾ മാനേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഡിസിപ്ലിൻ പാലിക്കണം, ശബ്ദമുണ്ടാക്കരുത്, പ്ലേറ്റിൽ സ്പൂൺ കൊണ്ട് ഒച്ചയുണ്ടാക്കരുത്, ഭക്ഷണം പുറത്തേക്ക് പോകരുത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അലീനയെ വിളിച്ചു കൊണ്ടുവരുന്നു. അലീനയ്ക്ക് ഫോർക്കും സ്പൂണും കൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടായതിൻ്റെ പ്രയാസങ്ങൾ കാണിക്കുന്നു. സ്റ്റാൻലി അതൊന്നും ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ട് നോക്കുന്നു. ടേബിൾ മാനേഴ്സ് പാലിക്കണമെന്ന് സ്റ്റാൻലി അലീനയോട് പറയുന്നു. അവൾ കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണ്ട് ആൻ്റപ്പനും പൗലോസും ചിരിക്കുന്നു. അപ്പോൾ സ്റ്റാൻലി അവരോട് ദേഷ്യപ്പെടുന്നു.